ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചുയുടെയും നാളത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രി നേർന്നുകൊണ്ട് തന്നെ നമുക്ക് നാളത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് കടന്നാലോ. ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഞാൻ ബോറടിപ്പിക്കാതെ നേരെ നാളത്തെ വിശേഷത്തിലേക്ക് തന്നെ കടക്കുകയാണ്. നമ്മളെല്ലാവരും കാത്തിരുന്ന ഒരു സുദിനമാണ് കേട്ടോ. നമ്മുടെ ശ്രുതിയെ ചന്ദ്രോദയത്തിൽ നിന്ന് ചന്ദ്രമതി തന്നെ ചവിട്ടി പുറത്താക്കുന്ന ആ ഒരു സീന്, അതാണല്ലോ നമ്മളെല്ലാവരും ഇത്രയും നാളും കാത്തിരുന്നത്. ഒരേ ഒരു കള്ളത്തരമാണ് കണ്ടുപിടിച്ചിരിക്കുന്നത്. ഇതിൻ്റെ പുറകെ കണ്ടുപിടിക്കാനായിട്ട് ഇനി ധാരാളം കള്ളത്തരങ്ങളുണ്ട്. അങ്ങനെ നമ്മുടെ ബീരാൻ സത്യങ്ങളൊക്കെ പറഞ്ഞു, A to Z വരെയുള്ള കാര്യങ്ങൾ പറഞ്ഞു. ഇങ്ങനെ ശ്രുതി വന്ന് ആവശ്യപ്പെട്ടത് പ്രകാരമാണ്. എനിക്ക് പറ്റിപ്പോയി, എന്നോട് ക്ഷമിക്കണം സച്ചി, ഈ കുടുംബം മുഴുവൻ എന്നോട് ക്ഷമിക്കണം, എനിക്ക് പറ്റിപ്പോയതാണ് എന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ സച്ചി അല്ല രവീന്ദ്രൻ പറഞ്ഞു, നിങ്ങൾ ചതിച്ചത് ആരെയാണെന്നറിയാമോ? ഈ ഒരു കുടുംബത്തെ ഫുള്ളായിട്ട് നിങ്ങൾ ചതിച്ചതാണ്. നിങ്ങൾക്കൊരു കാര്യം വിചാരിക്കായിരുന്നല്ലോ, നിങ്ങളുടെ കുടുംബത്തിലാണ് ഇങ്ങനെ സംഭവിച്ചിരുന്നത് എങ്കിൽ അയ്യോ അങ്ങനെയൊന്നും പറയരുത്. ഞാൻ കുറച്ച് മനസാക്ഷിയുള്ള മനുഷ്യനായിപ്പോയി. അറിയാലോ, എനിക്ക് കുറച്ച് മനസാക്ഷി കൂടുതലാണ്. ഇവളുടെ ജീവിതം തകരണ്ടല്ലോ എന്ന് ഓർത്തിട്ടാ സത്യം പറഞ്ഞാൽ ഞാൻ സത്യങ്ങളൊക്കെ മറച്ചു വെച്ചത്. ഇല്ലായിരുന്നെങ്കിൽ പണ്ടേ ഞാനിത് പറഞ്ഞേനെ. ഇവളോട് ചോദിച്ചു നോക്ക്, ഒരു 100 വട്ടം ഞാൻ പറഞ്ഞതാ, ഇതുപോലെ കള്ളക്കളി കളിക്കരുത്, ഇതുപോലെ കള്ളക്കളി കളിക്കരുത്, കുടുംബമാണ്, സത്യങ്ങളൊക്കെ അറിഞ്ഞ് ജീവിക്കണം, ഇല്ലെങ്കിൽ നിന്റെ ജീവിതം ഫ്ലോപ്പ് ആകുമെന്നൊക്കെ ഞാൻ പറഞ്ഞതാ സച്ചി. 1000 തവണ ഞാൻ പറഞ്ഞതാ. എന്നിട്ട് ഇവളെന്നെ വീണ്ടും വീണ്ടും നിർബന്ധിച്ച് ഇതിലേക്ക് കൊണ്ട് ഇടുമായിരുന്നു, ചാടിക്കായിരുന്നു എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ശ്രുതിയുടെ ഉത്തരവങ്ങ് മുട്ടിപ്പോയിട്ടോ. അയ്യോ, ശ്രുതിയാണെങ്കിൽ ഇങ്ങനെ നിൽക്കുക അന്തം വിട്ട്. ശ്രുതിയുടെ കിളി പോയ മട്ടാണ്. തൻ്റെ ഭാര്യയുടെ കള്ളത്തരമല്ലേ പൊക്കിയിരിക്കുന്നത്. ചന്ദ്രയാണെങ്കിൽ ഒന്നും മിണ്ടാതെ ദേഷ്യം വന്നിട്ട് അപ്പോൾ ഇത്രയും ദിവസം അല്ലെങ്കിൽ ഇത്രയും നാൾ പറ്റിക്കുകയായിരുന്നല്ലോ എന്ന് ഓർത്ത് നിൽക്കുന്നു. അങ്ങനെ നമ്മുടെ ശ്രുതി പറഞ്ഞു, ഓ എന്നാൽ പിന്നെ പോലീസിനെ വിളിക്കുക, പോലീസിനെ വിളിച്ചിട്ട് തന്നെ കാര്യം. ഞാനിത് വിശ്വസിക്കത്തില്ല, ഞാനിത് വിശ്വസിക്കാൻ പോകുന്നില്ല. എൻ്റെ ഭാര്യനെ നാണം കെടുത്താൻ വേണ്ടി സച്ചി നീയും നിൻ്റെ ഭാര്യയും കൂടെ ചെയ്ത് ഇയാളെ കൊണ്ടുവന്നതല്ലേ ഇളയച്ച. എന്തിനാ ഇളയച്ച ഇങ്ങനെ കള്ളത്തരം പറഞ്ഞുണ്ടാക്കുന്നത്? എൻ്റെ ശ്രുതി ഇങ്ങനെയൊക്കെ ചെയ്യുന്നോ? ഞാൻ വിശ്വസിക്കത്തില്ല. ഇപ്പം തന്നെ പോലീസിനെ വിളിച്ച് സത്യങ്ങളൊക്കെ ഇപ്പം തന്നെ അറിയണം, പോലീസിനെ വിളിച്ചേ പറ്റൂ, ഇയാളെ കൊണ്ട് സത്യങ്ങളൊക്കെ പറയിപ്പിക്കണം എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും സച്ചി പറഞ്ഞു, എടാ പൊട്ട, നിനക്ക് ലേശം വെളിവില്ലേ? ഇയാൾക്ക് ഇവിടെ വന്ന് ഇതൊക്കെ നോണ പറഞ്ഞിട്ട് എന്ത് കിട്ടാനാണ്? അല്ല, എനിക്കും എൻ്റെ ഭാര്യയ്ക്കും എന്ത് കിട്ടാനാ? ശ്രുതിയേടത്തീനെ താറുമാറാക്കിയിട്ടും ശ്രുതിയടത്തി കള്ളിയാണെന്ന് പറഞ്ഞിട്ടും ഞങ്ങൾക്കൊന്നും കിട്ടാനില്ലല്ലോ. കിട്ടാനുണ്ട്. എൻ്റെ ഭാര്യയുടെ സ്വത്തൊക്കെ കോപ്പ് സ്വത്തല്ല, മണ്ണാങ്കട്ട പിണ്ണാക്ക്. ഇവൻ്റെ തലേ മുഴുവൻ പിണ്ണാക്കാച്ചാ, പിണ്ണാക്ക്. അതുകൊണ്ടാണ് ഇവന് പറ്റിയ ഒരു കൂട്ട് കിട്ടിയത്, അതും ശ്രുതിയടത്തി. ഇവള് പറയുന്നതെല്ലാം പച്ചക്കള്ളമാണെന്ന് ഇപ്പം മനസ്സിലായല്ലോ. ഇവൾ എന്തൊക്കെ അഭിനയമായിരുന്നു കാഴ്ചവെച്ചത്. ഇവക്ക് ഓസ്കാർ അവാർഡ് കിട്ടേണ്ടതാ, ഈ നിൽക്കുന്ന ബീരാനല്ല, ഇവക്കായിരുന്നു ഓസ്കാർ അവാർഡ് കിട്ടേണ്ടത്. ഇവളെ നാടക നടിയായിട്ടല്ല, ഇവളെ സിനിമയിൽ എടുക്കണം, സിനിമയിൽ. ഇതൊക്കെ കേട്ടിട്ട് നമ്മുടെ ശ്രുതിക്ക് ഒന്നും മിണ്ടാൻ പറ്റുന്നില്ല കേട്ടോ. അപ്പം രവീന്ദ്രൻ പറഞ്ഞു, എന്തിനാ മോളെ നീ ഞങ്ങളിങ്ങനെ പറ്റിച്ചത്? നീ എന്തിനായിരുന്നു ഇങ്ങനെയൊക്കെ പറഞ്ഞത്? വല്ല ആവശ്യം ഉണ്ടായിരുന്നോ? ഞങ്ങൾ എന്ത് തെറ്റാ നിന്നോട് ചെയ്തത്? നീ വെറുതെ എന്തിനാ ഒരാളെ വിളിച്ചുകൊണ്ട് വന്ന് നിന്റെ ഇളയച്ചനാണെന്ന് പറഞ്ഞ് എല്ലാവരെയും പരിചയപ്പെടുത്തി? എന്തിനായിരുന്നു ഇത് എന്നിങ്ങനെ എന്താ പറയുക, വളരെയധികം ഒരു മുഖത്ത് വിഷമത്തോടു കൂടി നമ്മുടെ രവീന്ദ്രൻ ഇങ്ങനെ ചോദിക്കുകയാണ്, നിനക്ക് ഞങ്ങളെയൊക്കെ പൊട്ടം കളിപ്പിച്ചിട്ട് അല്ലെങ്കിൽ ഞങ്ങളൊക്കെ പൊട്ടരാക്കിയിട്ട് നിനക്ക് എന്താണ് കിട്ടിയത് എന്ന് ചോദിച്ചപ്പോഴത്തേക്കും, ഇവളോട് ഇങ്ങനെയല്ല ചോദിക്കേണ്ടത്, ഇവളോട് ഞാൻ ചോദിക്കാമെന്ന് പറഞ്ഞു. ചന്ദ്ര ഇങ്ങ് വന്നില്ലേ? എടി നീ ആരാടി? നീ എന്നെ അടി പറഞ്ഞു പറ്റിച്ചത്? നീ ഇത്രയും നാൾ തന്നെ അപ്പം കുരങ്ങ് കളിപ്പിക്കുകയല്ലായിരുന്നോടി? നിനക്ക് നിന്റെ അച്ഛനങ്ങ് മലേഷ്യയിലാണ്, നിന്റെ അച്ഛൻ മലേഷ്യയിൽ ജയിലിലാണ്, കോടിക്കണക്കിന് സ്വത്തുണ്ട്, ഇത് ഇളയച്ചനാണ്. എടി നീ എന്തൊക്കെ കള്ളത്തരം പറഞ്ഞാടി എന്നെ വിശ്വസിപ്പിച്ചത്? എന്തിനു വേണ്ടിയായിരുന്നു? അപ്പോഴത്തേക്ക് ശ്രുതി ഒന്നും മിണ്ടുന്നില്ല. അപ്പോഴത്തേക്ക് നമ്മുടെ ശ്രുതിയാണെങ്കിൽ വല്ലാണ്ടങ്ങ് വെട്ടി വീർക്കാണ് കേട്ടോ. ശ്രുതിക്കാണെങ്കിൽ എന്താ പറയുക, തൻ്റെ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും എല്ലാം ഒറ്റയടിക്ക് കപ്പൽ കയറിയ പോലെയാണ്. അപ്പോഴത്തേക്കും ശ്രുതി പറയുന്നുണ്ട്, എന്നോട് ക്ഷമിക്കണം, ഞാനൊന്ന് പറയുന്നതൊന്ന് കേക്ക്. വേണ്ട, നീ പറയുന്നത് ഇനി കേൾക്കാനേ ഞങ്ങൾക്ക് മനസ്സില്ല. ഇത്രയും നാൾ നീ പറയുന്നത് കേട്ടില്ലേടി? ഇവിടെയുള്ള എല്ലാവരേക്കാൾ കൂടുതൽ ഞാൻ നിന്നെ അല്ലേടി സ്നേഹിച്ചത്? നീ ഈ വീട്ടിൽ വന്നപ്പോൾ ഏറ്റവും കൂടുതൽ സന്തോഷിച്ചത് ഞാനല്ലേടി? എന്നിട്ട് എന്നെ നീ പറ്റിച്ചില്ലേടി? എന്നെ മണ്ടിയാക്കില്ലേടി? എന്നോട് പോലും നീ സത്യം തുറന്ന് പറഞ്ഞില്ലല്ലോടി എന്ന് പറഞ്ഞ് ചന്ദ്ര അങ്ങ് കയറി ചെന്നിട്ട് ഒരൊറ്റ അടി കൊടുത്തുട്ടോ. പാട്ടേന്ന് കേട്ടു. ആ അടിക്ക് നമ്മുടെ ശ്രുതി കറങ്ങി ചെന്ന് ആ സെറ്റിയിൽ അങ്ങ് ഇരുന്നു. ഇത് കണ്ടപ്പോഴത്തേക്കും
നമ്മുടെ രവീന്ദ്രൻ പറഞ്ഞു, ദേ ചന്ദ്രേ കാര്യമൊക്കെ കൊള്ളാം, വെറുതെ അടിച്ച് നീ വേണ്ട, അതൊന്നും വേണ്ട കേട്ടോ, അതൊന്നും ശരിയാവത്തില്ല. അവൾക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് കേൾക്കാം. അല്ലാതെ നീ അടിച്ച് ഇവള് അടിക്കുകയല്ല ചെയ്യേണ്ടതാ. ആ കോടാലി ഇങ്ങ് എടുത്തോണ്ട് വാടാ സച്ചി, ഇവളെ വെട്ടിക്കീറാന്ന്. ഓ സച്ചിക്കാണെങ്കിലോ സച്ചി പറഞ്ഞു, ദേ വെറുതെ പ്രശ്നം ഉണ്ടാക്കരുത്, ഇവള് പെരുങ്കളിയാണെന്ന് നമ്മൾ അറിഞ്ഞു. എങ്ങനെയെങ്കിലും ഇവളോട് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുക നമ്മൾ ചെയ്യേണ്ടത്. ബീരാനിക്കയുടെ കാര്യമൊക്കെ കഴിഞ്ഞു, അതുകൊണ്ട് ബീരാനിക്ക ഇനി പൊക്കോ, ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ശരിയാവില്ല, ബീരാനിക്ക പൊക്കോളാം, ബീരാനിക്കയോട് സച്ചി പറയാ. അങ്ങനെ ബീരാനിക്ക എല്ലാവരോടും മാപ്പ് ചോദിക്കുകയാണ്. ഏതായാലും ബീരാനിക്കാനെ ഒരു നോട്ടം നമ്മുടെ ശ്രുതി നോക്കുന്നുണ്ട്. ഏതായാലും ശ്രുതിയോട് ബീരാനിക്ക പറയുന്നുണ്ട്, അന്നേ ഞാൻ നിന്നോട് പറഞ്ഞതല്ലായിരുന്നോടി, നിനക്ക് ഇതിൻ്റെ വല്ല ആവശ്യം ഉണ്ടായിരുന്നോ? സത്യങ്ങളൊക്കെ തുറന്നു പറയായിരുന്നെങ്കിൽ വല്ല ആവശ്യം ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചിട്ടാണ് നമ്മുടെ ബീരാനിക്ക അവിടെ നിന്ന് പോകുന്നത്. അങ്ങനെ ശ്രുതി ഇങ്ങനെ നിൽക്കുകയാണ് മിണുങ്ങസ്യാന്നും പറഞ്ഞുകൊണ്ട്. ഈ സമയത്ത് നമ്മുടെ ചന്ദ്ര, ഇറങ്ങടി, വെളിയിലിറങ്ങടി, ഇനി ഒരു നിമിഷം പോലും നീ ഇവിടെ നിൽക്കരുത്, ഇറങ്ങിക്കോ ഈ വീടിൻ്റെ വെളിയിൽ. നീ ഇനി ഇവിടെ നിന്നാലുണ്ടല്ലോ നിന്നെ ഞാൻ പച്ചയ്ക്ക് കത്തിക്കും, ഇറങ്ങാനാ പറഞ്ഞത്. അപ്പം ശ്രുതി പറഞ്ഞു, ഇല്ല ഞാൻ പോവില്ല, ഞാൻ ഇവിടുന്ന് പോവില്ല, ഇത് എൻ്റെയും കൂടെ വീടാ, എൻ്റെ കഴുത്തിൽ താലി കെട്ടിയ മനുഷ്യനാ ഈ നിൽക്കുന്ന ശ്രുതിനെ വിട്ട് ഞാൻ പോവില്ല, ഒരിക്കലും ഞാൻ പോവില്ല എന്ന്. അപ്പോഴത്തേക്കും ചന്ദ്ര പറഞ്ഞു, നിന്റെ കഴുത്തിൽ താലി കെട്ടിയ ശ്രുതി അവനെ എൻ്റെ മോനാടി, എൻ്റെ മോനായിട്ടല്ലേടി അവൻ നിന്റെ കഴുത്തിൽ പിന്നെ വന്ന് താലി കെട്ടിയത്. അവൻ പറയും നിന്നെ ഇവിടെ നിന്ന് ഇറക്കി വിടാൻ, ഞാനാ പറയുന്നത്, ഞാൻ പറയുന്നത് അവൻ അനുസരിക്കും. ഇല്ല പ്ലീസ് ആൻറ്റി, എന്നെ അങ്ങനെ പറഞ്ഞു വിടരുത് പ്ലീസ്, ഞാൻ പറയുന്നൊന്ന് കേക്ക്, ഒരബദ്ധം പറ്റിപ്പോയതാ പ്ലീസ് ആൻറ്റി. ആൻറ്റിയും അതുപോലെ ഈ വീട്ടിലുള്ളവരൊക്കെ വെറുക്കാതിരിക്കാൻ വേണ്ടിയാ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തത്. ഇല്ലെങ്കിൽ നിങ്ങളെല്ലാവരും എന്നെ വെറുക്കുമെന്ന് എനിക്കറിയാം. ഞാൻ അത്രമാത്രം നിങ്ങളെയൊക്കെ സ്നേഹിച്ചു പോയി. എനിക്ക് നിങ്ങളെ ഒന്നും വിട്ടുപോകാൻ പറ്റില്ലായിരുന്നു. അതുകൊണ്ടാണ് എൻ്റെ സുധീനൊന്നും എനിക്ക് വിട്ടുപോകാൻ പറ്റില്ല ആൻറ്റി, അതുകൊണ്ടാണ് പ്ലീസ് ആൻറ്റി എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ആൻറ്റി കൂൻറ്റി നീ ഇനി വിളിച്ചു പോകരുത് ആൻറ്റീന്ന്. ഈ സച്ചിയും രേവതിയൊക്കെ പലതവണ നിന്നെ തള്ളി പറയുമ്പം, നിന്നെ കുത്തുമ്പം ഞാനല്ലേടി നിൻ്റെ കൂടെ നിന്നെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചിരുന്നത്. എല്ലാവരുടെയും മുമ്പിൽ എൻ്റെ മരുമകളാണെന്നും പറഞ്ഞ് പരിചയപ്പെടുത്താൻ ഞാൻ അഭിമാനിച്ചിരുന്നു. എന്നിട്ടിപ്പം നീ വെറും പച്ച കള്ളത്തരം പറഞ്ഞിട്ട് വീണ്ടും ഈ വീട്ടിൽ തുടരാൻ നിന്നെ അനുവദിച്ചു കഴിഞ്ഞാലേ ഈ ചന്ദ്രമതി അല്ലാതായി പോകും. ഇറങ്ങാനാ പറഞ്ഞത്. ഇനി ഒരു മിനിറ്റ് പോലും എൻ്റെ വീട്ടിൽ നീ താമസിക്കാൻ പാടില്ല. എൻ്റെ മോനുമായിട്ടുള്ള ബന്ധം ഇതോടുകൂടി അവസാനിപ്പിച്ചോണം. ഇനി അവനുമായിട്ട് യാതൊരു ബന്ധവും നിനക്കില്ല, ഇറങ്ങടി എന്ന് പറഞ്ഞുകൊണ്ട് തലമുടിയുടെ കുത്തിലങ്ങ് പിടിച്ചപ്പോഴത്തേക്കും രവീന്ദ്രൻ ചന്ദ്രയെന്ന് വിളിച്ചു. അപ്പോൾ സച്ചി പറഞ്ഞു, ദേ അമ്മേ ഇപ്പം നിർത്ത്, ഇവക്ക് പറയാനുള്ളത് എന്താണേലും നമുക്ക് കേൾക്കണമല്ലോ. ഇവക്ക് പറയാനുള്ളത് കേട്ടിട്ട് എന്തുകൊണ്ടാണ് ഇവളിത് ചെയ്തതെന്ന് നമുക്കറിയണമല്ലോ. എന്നിട്ട് എന്താണെന്ന് വെച്ചാൽ ചെയ്യാന്ന് പറയുമ്പോഴത്തേക്ക് ചന്ദ്ര അതാ നല്ലത്. വെറുതെ ഇപ്പം അവൾ ഉപദ്രവിച്ച് കഴിഞ്ഞാൽ എന്ത് ഗുണമാണ് നമുക്ക് കിട്ടുന്നത്? നമ്മൾ ഏതായാലും ഇത്രത്തോളം നമ്മൾ ഇവള് പറ്റിച്ചു, ഏതിനാന്നൊക്കെ ചോദിച്ചറിയാം, അതിൻ്റെ സമാധാനപരമായിട്ട് നമുക്കൊരു തീരുമാനം എടുക്കാം. ചന്ദ്ര നീ എടുത്തു ചാടി ഇങ്ങനെ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ശരിയാവില്ലെന്ന് പറഞ്ഞപ്പോഴത്തേക്കും ചന്ദ്ര അങ്ങോട്ട് അമ്പിനും വില്ലിനും എടുക്കുന്നില്ല. എടാ സുധി, നിനക്കിനി ഇവളെ വേണോ? പറയടാ, ഇനി ഇവളെ നിനക്ക് വേണോ? അപ്പോഴത്തേക്കും നമ്മുടെ ശ്രുതിയാണെങ്കിൽ സുധീനെ നോക്കിയിട്ട് പറ സുധി എന്നെ വേണമെന്ന്, പ്ലീസ് സുധി ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല സുധിക്കും കൂടെ വേണ്ടിയാ ഞാൻ ഇങ്ങനെയൊക്കെ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ശ്രുതി ഒരു ദാക്ഷണ്യം കാണിക്കുന്നില്ല കേട്ടോ. ശ്രുതി തിരിഞ്ഞു നിന്നിട്ട്, അമ്മ പറയുന്നത് പോലെ ഞാൻ അനുസരിക്കും. എന്താണെന്ന് വെച്ചാൽ ഇവളെ ചെയ്തോ. ഇവൾ ഇത്രയും നാളും എല്ലാവരെയും പറ്റിച്ചപ്പം ഭർത്താവ് എന്ന നിലയിൽ എന്നോട് പറയായിരുന്നല്ലോ സത്യങ്ങളൊക്കെ തുറന്ന്. പക്ഷേ ഇവൾ എന്നോട് എന്നിട്ടും സത്യങ്ങളൊക്കെ തുറന്ന് പറഞ്ഞിട്ടില്ല. ഒരു നിമിഷം പോലും ഇനി ഞാൻ ഇവളെ എൻ്റെ ഭാര്യയായിട്ട് വെച്ച് പൊറുപ്പിക്കത്തില്ല. എനിക്കിവളെ വേണ്ട. ഈ നിമിഷം ഈ വീട്ടിൽ നിന്ന് ഇവളെ വെളിയിലാക്കിക്കോളാൻ സുധിയുടെ ഓർഡർ. പിന്നെ ചന്ദ്രയ്ക്ക് പറയാനുണ്ടോ? ഓർഡർ കിട്ടാൻ നോക്കിയിരിക്കുകയല്ലേ ചന്ദ്ര. ഇറങ്ങി വാടി എന്ന് പറഞ്ഞു. രേവതിയാണെങ്കിൽ പുറകെ ചെല്ലുക, വേണ്ട അങ്ങനെയൊന്നും ചെയ്യണ്ട, അവളൊരു സ്ത്രീയല്ലേ, അതിൻ്റെ എങ്കിലും ഒരു പരിഗണന കൊടുക്കണ്ടേ, അങ്ങനെയൊന്നും ചെയ്യല്ലേ പ്ലീസ്. അമ്മയോട് ഞാനാ പറയുന്നത്, പ്ലീസ് അമ്മേ. അച്ഛ പറ, അവളിപ്പോൾ ഇറക്കി വിടരുത്, ഇപ്പം ഇറക്കി വിട ശരിയാവില്ല എന്ന് പറയുകയാണ്. അപ്പോഴത്തേക്ക് സച്ചി പറയുന്നുണ്ട്, രേവതി ഇത് വലിയ പ്രശ്നമാവും കേട്ടോ, കാരണം പാർലറിടത്തി ഭയങ്കരമായിട്ട് മാനസികാവസ്ഥയിലാണ് നിൽക്കുന്നത്, എന്തെങ്കിലുമൊക്കെ പറ്റിപ്പോയാലെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് സച്ചേട്ട ഇനിയിപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? സച്ചി എന്നിട്ട് പറയുന്നുണ്ട്, അമ്മേ ഞാൻ പറയുന്നൊന്ന് കേക്ക്, അവളെ ഇപ്പം ഇറക്കി വിടണ്ട, നമുക്ക് കാര്യങ്ങളൊക്കെ ചോദിക്കാം എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചപ്പോഴത്തേക്കും ഇല്ല, ചന്ദ്ര സമ്മതിക്കത്തില്ല കേട്ടോ. ചന്ദ്രയ്ക്ക് അത്രമാത്രം ദേഷ്യം.
നമ്മുടെ ശ്രുതിയോട്. എങ്ങനെ ദേഷ്യം വരാതിരിക്കും? തലമുടിയുടെ കുത്തിന് പിടിച്ചു വലിച്ചു വെളിയിലേക്ക് കൊണ്ടുപോയി ഒരൊറ്റ തള്ള അങ്ങ് മുറ്റത്തും ഗേറ്റും കടന്നങ്ങ് പോയി നമ്മുടെ ശ്രുതി. ഒറ്റ തള്ള. എന്നിട്ട് ഗേറ്റ് അടച്ചിട്ട് ഇനി മേലാൽ ഇതിൻ്റെ പടി ചവിട്ടി പോകല്ലേ, ഇറങ്ങിപ്പോടി എന്ന് പറഞ്ഞു. പൊട്ടിക്കരഞ്ഞുകൊണ്ട് ശ്രുതി നിൽക്കുകയാണ്. ഇതാണ് പറയുന്നത്, പല നാൾ കള്ളൻ ഒരു നാൾ പിടിയില്ല. കള്ളത്തരം ചെയ്തു കഴിഞ്ഞാൽ അത് പിടിച്ചിരിക്കും, അത് ഉറപ്പായ കാര്യമാണ്. ആദ്യമേ നമ്മളല്ല മീരസഹിതം ശ്രുതിയോട് പറഞ്ഞതാ, വേണ്ട വേണ്ട വേണ്ട, നീ ഈ ഓരോ കള്ളത്തരങ്ങൾ പറഞ്ഞ് കൂട്ടരുത്. ഒരു കള്ളത്തരം പറഞ്ഞു കഴിഞ്ഞാൽ അത് നികത്താൻ വേണ്ടി, അത് മറയ്ക്കാൻ വേണ്ടി വീണ്ടും വീണ്ടും കള്ളത്തരം ഉണ്ടാക്കേണ്ടി വരും. ഇതൊന്നും പറഞ്ഞത് കേൾക്കാതെയല്ലേ പുള്ളിക്കാരി ചെയ്തത്. ഏതായാലും നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന്. അപ്പോൾ എല്ലാവരും കാത്തിരിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, അതുപോലെ ഹൈപ്പ് ചെയ്യുക. ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ നയനയുടെയും ആദർശിൻ്റെയും നാളത്തെ വിശേഷമൊക്കെ ഇടുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ ഇന്ന് ഡെയിലി അങ്ങോട്ടേക്ക് പ്രമോ വിശേഷവും ചെയ്യുന്നതായിരിക്കും. മിസ് ചെയ്ത് കളയരുതേ. എല്ലാവരും കാണണം. നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദിയുണ്ട്. എല്ലാവരും വീണ്ടും സപ്പോർട്ട് ചെയ്യുമെന്ന് പ്രതീക്ഷയോടുകൂടി നിർത്തുന്നു. ടാറ്റാ, ബൈ ബൈ.